ഹായ് ഹലോ പാത്രത്തിൻ്റെ ഭംഗിയായിട്ട് നിങ്ങളാരും സ്കിപ്പ് അടിക്കാൻ നിൽക്കണ്ട. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി, ഒരിക്കലും പരാജയപ്പെടില്ല. നല്ല അടിപൊളി കട്ടത്തൈര് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഒരു കാര്യം ശ്രദ്ധിച്ചോ, എല്ലാവരും പറയാറുണ്ട് നമുക്ക് നല്ല കട്ടിയുള്ള പാലിന് മാത്രമേ കട്ടത്തൈര് കിട്ടുള്ളൂ. ഒന്നുമല്ല, ഞാൻ ഈ എടുത്തേക്കുന്ന പാല് സ്റ്റാൻഡേർഡ് മിൽക്കാണ്. അതായത് കൊഴുപ്പും എല്ലാം, അത് ഫാറ്റാണല്ലോ കൊഴുപ്പ്, ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ടുള്ള പാലാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒന്നുമില്ല, പാത്രം എടുത്തു. ആദ്യമായിട്ട് നമ്മൾ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഇതിനൊന്ന് പൊങ്ങാനായിട്ട് വിടുക, അതായത് തിളയ്ക്കാനായിട്ട് വിടുക. അത് കഴിഞ്ഞ് കുറച്ചിട്ട് ഒരു 5 മിനിറ്റ്, അതിൽ കൂടുതൽ നിങ്ങൾ അവനായിട്ട് തിളപ്പിക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ ഇനി തൈരിൻ്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എങ്ങനെയാണ് കാലാവസ്ഥയ്ക്കനുസരിച്ച് ഇവനെ ഒന്ന് റെഡിയാക്കി എടുക്കുക എന്നുള്ളത്. അതായത് നിങ്ങളുടെ സ്ഥലത്ത് ഇപ്പോൾ ചൂടാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ, ഈ എടുക്കുന്ന മാതിരി 1 ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് തൈര് നമുക്ക് ചേർക്കാം. ഇനി നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ് നിങ്ങളെടുത്തെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് തൈര് എടുക്കാം. ഈ എടുക്കുന്നതിലൂടെ 4നും 6നും 6 മണിക്കൂറിനും ഇട വെച്ച് നിങ്ങളുടെ തൈര് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഉറങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ നമ്മുടെ പാല് തിളച്ചിട്ടുണ്ട്. 5 മിനിറ്റ് നേരം ഞാൻ വച്ചിട്ടുണ്ട്. ഇനി വേറൊരു കാര്യം നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടത്, ഈ പാലിൻ്റെ ചൂട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. ഈ നമ്മളിപ്പോൾ 5 മിനിറ്റ് ഇതിനെ തിളപ്പിച്ചതിന് ശേഷം കൊണ്ടുവന്ന് കൈ ഉടനെ അങ്ങ് ഇട്ടരുത്, കൈ പൊള്ളിപ്പോവും. അങ്ങനെയല്ല കേട്ടോ, ഒന്ന് നമുക്ക് തണുക്കാനായിട്ട് വെക്കാം. തണുത്തതിന് ശേഷം തണുപ്പാണ് നിങ്ങൾ നിൽക്കുന്ന സ്ഥലമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ ഇടുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ നിങ്ങൾ പെട്ടെന്ന് അങ്ങ് വലിച്ചെടുക്കില്ലേ, അതായത് ആ ചൂട് നമുക്ക് താങ്ങാനായിട്ട് പറ്റും. എന്നാൽ ആ ചൂട് അധികം നേരം നമുക്ക് കൊള്ളാനായിട്ട് പറ്റില്ല. ആ ഒരു അവസ്ഥയാണല്ലോ, ആ അവസ്ഥയിൽ നമുക്ക് തൈര് ഉറവിത്താം. ഇനി നിങ്ങളുടെ സ്ഥലത്ത് നല്ല ചൂടാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ കൈയിടുമ്പോൾ ചെറിയൊരു ചൂട് മാത്രമേ നമുക്ക് അനുഭവപ്പെടുന്നുള്ളൂ, വലിയ ചൂടൊന്നുമില്ല. നമുക്ക് അങ്ങനെ ഇരിക്കാം, വച്ചുകൊണ്ട് ആ പാലിൽ അങ്ങനെ തന്നെ നമുക്ക് വച്ചുകൊണ്ട് കൈ വയ്ക്കാനായിട്ട് പറ്റും. ആ അവസ്ഥയിൽ നിങ്ങൾക്ക് തൈര് ഉറവിത്താം. ഞാനിപ്പോൾ നല്ല ചൂടായതുകൊണ്ട് തന്നെ അധികം ചെറിയ ചൂടിൽ തന്നെയാണ് വെച്ചുന്നത്. അത് നോക്കിയോ, തൈരും പാലും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നേരെ കുപ്പിയിലോട്ട് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ 4നും 6നും മണിക്കൂറേക്ക് നമുക്ക് അടിപൊളിയായിട്ട് കട്ടത്തൈര് കിട്ടും. പിന്നെ നല്ലപോലെ മിക്സ് ചെയ്യുക. ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ റിസൾട്ടും കൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് സ്കിപ്പ് അടിക്കല്ലേ. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തു. നമ്മൾ ഇവിടെ ഇപ്പോൾ ചൂടായതുകൊണ്ട് ഞാൻ ഇങ്ങനെ പുറത്ത് തന്നെയാണ് ഇവനെ വച്ചേക്കുന്നത്. ഇനി നിങ്ങളുടെ സ്ഥലം തണുപ്പുള്ള സ്ഥലമാണ് അല്ലെങ്കിൽ തണുത്ത കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ മൈക്രോവേവിൻ്റെ അവിടെ അകത്ത് വെച്ചിട്ട് ലൈറ്റ് ഇട്ട് വെക്കാറുണ്ട്. ഓക്കെ, അത് നല്ലൊരു ഓപ്ഷനാണ്. അല്ലെങ്കിൽ ഈ മൈക്രോവേവും കുന്തവും കുടച്ചോ ഒന്നും ഇല്ലാത്ത ആൾക്കാർ എന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ കയ്യിൽ പുതപ്പുണ്ടാവില്ലേ, കമ്പിളി ഉണ്ടാവില്ലേ, എല്ലാം കൂടെ ഫോൾഡ് ചെയ്ത് ഇവൻ അതിൻ്റെ അകത്താക്കി ഒരു ചൂടുള്ള സ്ഥലത്തോട്ട് മാറ്റി വെക്കുക, അനക്കാതെ വെച്ചേക്കുക. ഇതുമാതിരി നല്ല അടിപൊളി കട്ടത്തരി. ഇതിൻ്റെ റിസൾട്ടും കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നോക്കിക്കോ, നല്ല അടിപൊളി കട്ടത്തരി നമുക്ക് കിട്ടും കേട്ടോ, നല്ല സൂപ്പറായിട്ട് കിട്ടും. ഇതും കുറച്ച് മാങ്ങ അച്ചാർ, കുറച്ച് മരച്ചിനി, പിന്നെന്താ വേണമെങ്കിൽ കുറച്ച് മീൻകറി, ഇതെല്ലാം കൂടെ പഴങ്ങിലിട്ട് കുടിക്കുമ്പോൾ, നമ്മൾ തിരുവനന്തപുരംകാർ പഴങ്ങി എന്നാണ് പറയുന്നത്. സത്യം എൻ്റെ പേര് പഴങ്കഞ്ഞി എന്നാണ് കേട്ടോ. അപ്പോൾ സംഭവം നോക്കിയോ, സെറ്റായോ ഇല്ലയോ, ഇനി ആരും പറയരുത് എനിക്കറിയാൻ വയ്യാന്ന്. ഇനി വേറൊരു കാര്യം പറയാനുണ്ട്, ഞാൻ ഇവിടുത്തെ നോർത്ത് ഇന്ത്യൻ മാങ്ങക്കറി എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പൊന്നു മക്കളെ, സൂപ്പർ സാധനമാണ്. കുറച്ച് ആൾക്കാർ മാത്രമേ അത് കണ്ടിട്ടുള്ളത്. നോക്കിക്കോ, എത്ര ദിവസം വരെ വേണമെങ്കിലും ഇത് നോക്കിക്കോ, പൂപ്പലോ ഒന്നും വരാതെ നല്ല അടിപൊളിയായിട്ട് നിൽക്കും. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് കേട്ടോ. ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, കുറച്ച് അളവിൽ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഉറപ്പായി ഇഷ്ടപ്പെടും. അപ്പോൾ ടാറ്റാ.